ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ശരിക്കും പ്രണയമുണ്ടോ എന്ന് എന്നെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സ്ത്രീക്ക് ഒരാളോട് ആത്മാർത്ഥമായിട്ടുള്ളൊരു ഇഷ്ടം തോന്നിയാൽ അത് എപ്പോഴും തുറന്നു പറയണമെന്നില്ല. എന്നാൽ അവളുടെ പെരുമാറ്റത്തിലൂടെയും ചെറിയ പ്രവൃത്തികളിലൂടെയും ആ ഒരു ഇഷ്ടം പുറത്തു വരും. അത്തരത്തിൽ ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ നിങ്ങളുണ്ട് എങ്കിൽ കാണാൻ കഴിയുന്ന ഒരു 5-6 പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ്, നിങ്ങളെ കാണുമ്പോൾ തന്നെ അവളുടെ മുഖത്ത് വിരിയുന്ന ആ ഒരു ചിരി. ഒരു സ്ത്രീക്ക് നിങ്ങളോട് ഉള്ളിൽ സ്നേഹമുണ്ട് എങ്കിൽ നിങ്ങളെ കാണുന്ന ആ നിമിഷം തന്നെ അവളുടെ മുഖത്ത് ഒരു പ്രത്യേക പ്രകാശം വരും. എത്ര വലിയ വിഷമത്തിലാണെങ്കിലും നിങ്ങളുടെ പ്രസൻസ് അവളുടെ മനസ്സിലേക്ക് വലിയൊരു സന്തോഷം കൊണ്ടുവരുന്നു. ആ ചിരി ഒരിക്കലും വ്യാജമായി ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല. വളരെ സ്വാഭാവികമായി അവളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്നേഹ പ്രകടനമാണ് ഈ ഒരു ചിരി. നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ആ ചിരിയുടെ ഭംഗിയും ആഴവും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാനും സാധിക്കും. കാരണം വാക്കുകളേക്കാൾ വേഗത്തിൽ മനസ്സിന്റെ സന്തോഷം പുറത്തു കാണിക്കുന്നത് ഇത്തരം കൊച്ചു ചിരികളിലൂടെയാണ്. ഈ ഒരു മാറ്റം ശ്രദ്ധിച്ചാൽ തന്നെ അവളുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ പോയിന്റ്, എത്ര വലിയ പിണക്കമാണെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ അവൾ അന്വേഷിക്കും. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാര്യത്തിന് വഴക്കിടുകയോ വലിയ പിണക്കത്തിലാവുകയോ ഒക്കെ ചെയ്താൽ പോലും അവൾക്ക് നിങ്ങളെ പൂർണ്ണമായി മാറ്റി നിർത്താൻ കഴിയില്ല. പുറമേ ദേഷ്യം കാണിക്കുമെങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, സുരക്ഷിതമായി വീട്ടിലെത്തിയോ എന്നൊക്കെ അവളെ രഹസ്യമായിട്ട് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. നേരിട്ട് ചോദിച്ചില്ലെങ്കിൽ പോലും സുഹൃത്തുക്കൾ വഴിയോ മറ്റ് മാർഗങ്ങളിലൂടെയോ ഒക്കെ നിങ്ങളുടെ വിശേഷങ്ങൾ അവൾ അറിയാൻ ശ്രമിക്കും. ഈ ഒരു കരുതൽ അവൾ കാണിക്കുന്നത് അവളുടെ ദേഷ്യത്തേക്കാൾ വലുതാണ് നിങ്ങൾക്ക് നൽകുന്ന സ്ഥാനം എന്നതുകൊണ്ടാണ്. നിങ്ങളുടെ സുഖവിവരങ്ങൾ അറിയാതെ അവൾക്ക് ഒരു ദിവസവും സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. പിണങ്ങിയിരിക്കുമ്പോൾ പോലും മായാതെ നിൽക്കുന്ന ഈ ഒരു സ്നേഹമാണ് ആത്മാർത്ഥ ബന്ധത്തിന്റെ ലക്ഷണം. മൂന്നാമത്തെ പോയിന്റ്, നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ അത് അവൾക്ക് സഹിക്കില്ല. നിങ്ങളുടെ അഭാവത്തിൽ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചാൽ അവളത് കണ്ടില്ല എന്ന് നടിക്കില്ല. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും മറ്റുള്ളവരോട് എതിർത്ത് നിൽക്കാനും അവൾ ഒട്ടും മടിക്കില്ല. നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ത്തിക്കെട്ടാൻ അവൾ ആരെയും അനുവദിക്കില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. നിങ്ങൾ ചെയ്ത തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും അത് നിങ്ങളുടെ അടുത്ത് തനിയെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ ചെറുതാക്കി കാണിക്കുന്നത് അവൾക്ക് ഒട്ടും സഹിക്കാൻ കഴിയില്ല. ഒരു തണൽ പോലെ നിങ്ങളെ സംരക്ഷിക്കാൻ നിൽക്കുന്ന ഇത്തരം പെരുമാറ്റം അവളുടെ ഉള്ളിലെ വലിയ സ്നേഹത്തിന്റെ തെളിവാണ്. നാലാമത്തെ പോയിന്റ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ അവൾക്കും ഇഷ്ടമായിരിക്കില്ല. നിങ്ങളുമായി അടുപ്പമുള്ള ഒരു സ്ത്രീ എപ്പോഴും നിങ്ങളുടെ വികാരങ്ങളെയും മുൻഗണനകളെയും ബഹുമാനിക്കുന്നവളായിരിക്കും. നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന വ്യക്തികളോടും സാഹചര്യങ്ങളോടും അവൾക്കും ഒരു അകൽച്ച തോന്നുന്നത് സ്വാഭാവികമാണ്. നിങ്ങൾ വെറുക്കുന്ന ഒന്നിലേക്ക് അവൾ മനഃപൂർവ്വം നടന്നു പോകാൻ ആഗ്രഹിക്കില്ല. നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും സ്വന്തം ഇഷ്ടങ്ങളായി കാണാൻ അവൾ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അത് ആഴത്തിലുള്ള ബന്ധത്തിന്റെ അടയാളമാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാനും നിങ്ങളുടെ മനസമാധാനത്തിന് പ്രാധാന്യം നൽകാനും അവൾ എപ്പോഴും ശ്രദ്ധിക്കും. ഇത്തരം ചെറിയ കാര്യങ്ങളിലൂടെയാണ് അവൾ നിങ്ങൾക്ക് നൽകുന്ന വലിയ സ്ഥാനം പ്രകടമാകുന്നത്. അഞ്ചാമത്തെ പോയിന്റ്, നിങ്ങൾ മറ്റ് സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ അവൾക്കുണ്ടാകുന്ന ആ ഒരു കൊച്ചു കുശുമ്പ്. നിങ്ങൾ മറ്റ് സ്ത്രീകളോട് കൂടുതൽ സംസാരിക്കുകയോ അടുപ്പം കാണിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവളുടെ മുഖത്ത് ചെറിയൊരു കുശുമ്പ് കാണാം. ഇത് നിങ്ങളെ സംശയിക്കുന്നത് കൊണ്ടോ വിശ്വാസമില്ലാത്തത് കൊണ്ടോ ഒന്നും ഉണ്ടാകുന്ന ഒന്നല്ല. മറിച്ച് നിങ്ങളുടെ ശ്രദ്ധയും സ്നേഹവും മുഴുവനായി തനിക്ക് മാത്രം ലഭിക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ്. ആ സമയത്ത് അവളുടെ സംസാരിക്കുന്ന രീതിയിലോ പെരുമാറ്റത്തിലോ ഉണ്ടാകുന്ന കൊച്ചു പിണക്കങ്ങൾ വരെ മനോഹരമായിരിക്കും.
ഈ ഒരു കുശുമ്പ് അവൾക്ക് നിങ്ങളോടുള്ള പ്രണയത്തിന്റെ തികച്ചും സ്വാഭാവികമായൊരു ലക്ഷണമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തനിക്കുള്ള സ്ഥാനം വേറെ ആർക്കും നൽകരുത് എന്ന ചിന്തയിൽ നിന്നാണ് ഈ ഒരു വികാരങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ ഒരു പിണക്കം അധിക നേരം നീണ്ടു നിൽക്കുകയുമില്ല. 6-ാമത്തെ പോയിന്റ്, ദിവസവും നിങ്ങളോട് സംസാരിക്കണമെന്ന നിർബന്ധം. നിങ്ങളോട് ഒരു ദിവസമെങ്കിലും സംസാരിച്ചില്ല എങ്കിൽ അവളുടെ ദിവസം പൂർണ്ണമാകില്ല. എന്ത് തിരക്കുണ്ടെങ്കിലും നിങ്ങളോട് കുറച്ചു സമയമെങ്കിലും സംസാരിച്ചിരിക്കാൻ അവൾ സമയം കണ്ടെത്തും. വെള്ളത്തിൽ നിന്ന് കരക്കെടുത്തിട്ട മീൻ ശ്വാസമെടുക്കാൻ തടയുന്നത് പോലെയായിരിക്കും നിങ്ങളോട് സംസാരിക്കാതിരിക്കുമ്പോൾ അവളുടെ അവസ്ഥ. ദിവസവും നടക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളോട് പങ്കുവെക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിന് ഒരു ആശ്വാസം ലഭിക്കുന്നത്. നിങ്ങൾ ഒരു ദിവസം സംസാരിച്ചില്ല എങ്കിൽ അന്ന് രാത്രിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് കിടന്ന് അവൾ വിഷമിക്കും. നിങ്ങളുടെ ഒരു ഫോൺ കോള് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെസ്സേജ് ഇത് കണ്ടാൽ മാത്രമാണ് അവൾക്ക് ദിവസവും ഒന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പോലും സാധിക്കുകയുള്ളൂ. ഈ ഒരു തുറന്നു പറച്ചിലുകളും സമ്പർക്കവും ഒക്കെയാണ് നിങ്ങളുടെ സാന്നിധ്യം അവൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നത്. ആ സംസാരം അവളുടെ ദിവസത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളിൽ ഒന്നായിരിക്കും. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൾ ഓർത്തു വെക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ വസ്ത്രങ്ങളും അവൾക്ക് കാണാപ്പാഠമായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഈ പറഞ്ഞിട്ടുള്ള 6 ലക്ഷണങ്ങള് നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു പ്രത്യേക വ്യക്തിയില് നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഭാഗ്യവാനാണ്. കാരണം ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഈ ഒരു ആത്മാർത്ഥമായ സ്നേഹം എല്ലാവർക്കും എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നല്ല. ഇത്തരം ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞാൽ ആ സ്നേഹത്തെ കണ്ടില്ല എന്ന് നിങ്ങൾ നടിക്കരുത്. അവളെ തിരിച്ച് ബഹുമാനിക്കാനും അവളുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും എപ്പോഴും നിങ്ങൾ ശ്രമിക്കുക. ഒരു ബന്ധം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പരസ്പരമുള്ള കരുതലും സ്നേഹവും ഒക്കെ വളരെ ആവശ്യമാണ്. ഇത്തരം നല്ല ബന്ധങ്ങളെ ജീവിതത്തിൽ എപ്പോഴും ചേർത്ത് പിടിക്കുക. സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഈ കാര്യങ്ങളൊന്നും അറിയില്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട് എങ്കിൽ അവർക്കൂടെ ഒരു വീഡിയോ അയച്ചു കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക്